കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നുമില്ലാതെ ചോദിക്കുന്നതിന് നല്ല മണിയായിട്ട് ഉത്തരം പറഞ്ഞ നിന്റെ ശരീരത്തിന് കേടുപാടുകളൊന്നും സംഭവിക്കില്ല. അതല്ല ഞങ്ങളുടെ മുമ്പിൽ തരികിട കളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിന്നെ വാരി വലിച്ച് ഞങ്ങൾ ഭിത്തിയിലടിക്കും. അതുകൊണ്ട് സത്യം പറഞ്ഞോ, അനിരുദ്ധനെ നീ എങ്ങനെയാ കൊന്നേ? സാറേ, ഞാൻ ആരെയും കൊന്നിട്ടില്ല സാറേ. സി സാർ ഇവിടെ, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. നീ ആരെയും കാണാൻ പോകുന്നില്ല. ആദ്യം നീ ഇതിൽ ഒപ്പിട്. ഒപ്പിടാനോ? എന്താ ഇത്? ഏഴ് വർഷം മുമ്പ് അനിരുദ്ധനെ നീ കൊന്ന് ചാക്കിക്കെട്ടി ആ പാറമടയിലിട്ടു എന്നു നീ സമ്മതിക്കുന്നു എന്ന നിന്റെ മൊഴി. അത് വായിച്ചു കേട്ടു നീ സമ്മതിച്ചു എന്ന് ഞങ്ങൾക്ക് നീ ഇപ്പൊ ഒപ്പിട്ട് തരണം. സാറേ, നിങ്ങൾ എന്നെ ഇതിൽ കൊടുക്കാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന സാറൊന്ന് കേൾക്കണം. എന്നിട്ട് നിങ്ങൾ പറയുന്ന ഏത് കടലാസ് വേണമെങ്കിലും ഞാൻ ഒപ്പിട്ട് തരാം. ഇതല്ല, ഏത് കൊലപാതകം വേണമെങ്കിലും ഞാൻ ഏറ്റെടുക്കാം. എത്ര വർഷം വേണമെങ്കിലും ഞാൻ ജയിലിൽ കിടക്കാം. പക്ഷെ ഇപ്പൊ സാറിനെ ഒന്ന് പുറത്തു വിട് സാറേ. ഞാൻ അർച്ചനെ കണ്ടുപിടിച്ച് തിരിച്ചു വന്ന് എല്ലാ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം. ഏത് കടലാസിലും ഞാൻ ഒപ്പിട്ടോളാം. ഓഹോ, അപ്പൊ നിന്റെ അർച്ചനെ കണ്ടുപിടിച്ച് തിരിച്ചു വന്നാലേ നീ ഇതിനകത്ത് ഒപ്പിടുള്ളൂ അല്ലേ? സാർ, ഞാൻ നിങ്ങളെ പറ്റിക്കില്ല. ഇത്രയും കാലം അർച്ചനയ്ക്ക് വേണ്ടി കാത്തിരുന്നവനാ ഞാൻ. ഇപ്പോ അവൾ എന്റെ കൺമുമ്പിൽ എവിടെയോ ഉണ്ട്. അവൾ ഇറങ്ങിപ്പോയ അന്ന് നഷ്ടപ്പെട്ടതാ സാറേ എനിക്ക് എന്റെ കുടുംബം. എന്റെ അച്ഛൻ മരിച്ചു. ചതിയിലൂടെ ഞങ്ങളുടെ സമ്പത്ത് എല്ലാം നഷ്ടപ്പെട്ടു. കോടീശ്വരന്മാരായിരുന്നു ഞങ്ങള്. ഒരു ദിവസത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഇപ്പൊ ഞങ്ങൾ ജീവിക്കുന്നത്. എന്റെ അർച്ചന തിരിച്ചു വന്നാ ഇതെല്ലാം നേരെയാവും. എന്റെ കുഞ്ഞ് അവളുടെ കൂടെയുണ്ട്. അവളെയും കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ട് ഞാൻ വന്ന് സാറ് പറയുന്ന പോലെ ഈ കുറ്റം ഏറ്റെടുത്തോളാം. പ്ലീസ് സാർ, ദയവ് ചെയ്ത് ഇപ്പൊ എന്നെ ഒന്ന് വിടണം. നിന്നെ നിന്റെ പെണ്ണുപിള്ളയും കൂടെ ഒന്നിപ്പിക്കാൻ വേണ്ടിയല്ലോ ഞാൻ നിന്നെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്. അനിരുദ്ധന്റെ കൊലക്കേസിലെ പ്രതിയാണ് നീ. നീയാണ് അയാളെ കൊന്നെന്നുള്ള എല്ലാ തെളിവുകളും സാക്ഷികളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സാറേ,